ചാലക്കുടി ലോക്സഭാ മണ്ഡലം വലതുപക്ഷത്തോടാണ് പൊതുവെ കൂറ്. എങ്കിലും ഇടതുപക്ഷത്തെയും വിജയിപ്പിച്ച ചരിത്രമുണ്ട് ചാലക്കുടി എന്ന പഴയ മുകുന്ദപുരത്തിന്. കോൺഗ്രസ് രാഷ്ട്രീയത്തിലെ മഹാരഥന്മാരായ പനമ്പിള്ളി ഗോവിന്ദമേനോനെയും കെ കരുണാകരനെയും ലോക്സഭയിൽ എത്തിച്ച മണ്ഡലം നാരായണൻകുട്ടി മേനോൻ, ലോനപ്പൻ നമ്പാടൻ, ഇന്നസെൻ്റ്, ഇ ബാലാനന്ദൻ എന്നീ ഇടതുപക്ഷക്കാരെയും കൈനീട്ടി സ്വീകരിച്ചിട്ടുണ്ട്. ആ ചരിത്രമാണ് ചാലക്കുടിക്കുള്ളത്. ചാലക്കുടി പുഴയുടെയും പെരിയാറിൻ്റെയും ഇരുകരകളിൽ 2 ജില്ലകളിൽ വ്യാപിച്ച് കിടക്കുന്ന മണ്ഡലത്തിൽ വാശിയേറിയ തെരഞ്ഞെടുപ്പിന് കളമൊരുങ്ങുകയാണ്. ചാലക്കുടിയുടെ രാഷ്ട്രീയ അന്തരീക്ഷവും സ്വാധീനിക്കപ്പെടാവുന്ന ഘടകങ്ങളും തങ്ങൾക്ക് അനുകൂലമാണെന്ന് UDFിൻ്റെ എറണാകുളം, തൃശ്ശൂർ ജില്ലാ നേതൃത്വങ്ങൾ വിലയിരുത്തുന്നു. രാഷ്ട്രീയ സാമൂഹിക സാഹചര്യങ്ങളും സംസ്ഥാന സർക്കാരിൻ്റെ നേട്ടങ്ങളും അട്ടിമറി വിജയത്തിനുള്ള വഴികളായി LDFും കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിൽ വോട്ട് വിഹിതം വർദ്ധിച്ച BJPയും പ്രതീക്ഷയിലാണ്. തൊട്ടടുത്ത തൃശ്ശൂരിൽ സുരേഷ് ഗോപിയെ മുൻനിർത്തി ആരംഭിച്ച തെരഞ്ഞെടുപ്പ്, ആ തെരഞ്ഞെടുപ്പ് കാഹളം ചാലക്കുടിയിലും പ്രതിഫലിക്കുമെന്നാണ് BJPയുടെ പ്രതീക്ഷ. 1952 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കൊടുങ്ങല്ലൂർ മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ഇന്നത്തെ ചാലക്കുടി. കോൺഗ്രസിലെ KT അച്യുതനായിരുന്നു അന്ന് വിജയിച്ചത്. 1957 മുകുന്ദപുരം മണ്ഡലം രൂപീകരിക്കപ്പെട്ടത്. 1962 പനമ്പിള്ളി ഗോവിന്ദമേനോനിലൂടെ ആരംഭിച്ച കോൺഗ്രസ് ജയം 1977 വരെ തുടർന്നു. 1980 ഇ ബാലാനന്ദൻ LDFിന് വേണ്ടി വിജയക്കൊടി നാട്ടി. 1984 മുതൽ 1999 വരെ കോൺഗ്രസ് വിജയം ആവർത്തിച്ചു. 1999 ലീഡർ കെ കരുണാകരൻ വിജയിച്ചു. 2004 ലോനപ്പൻ നമ്പാടനെ സ്വതന്ത്രനാക്കി നിർത്തി LDF കൊടികെട്ടി. 2009 ചാലക്കുടി എന്ന മണ്ഡലത്തിൻ്റെ പേര് മാറിയപ്പോൾ കോൺഗ്രസിലെ KP ധനപാലനാണ് വിജയക്കൊടി പാറിച്ചത്. 2014 സിനിമാ താരം ഇന്നസെൻ്റ്, ആ ഇന്നസെൻ്റാണ് LDFിന് വേണ്ടി മണ്ഡലം തിരിച്ചു പിടിച്ചത്. 2019 ബെന്നി ബെഹനാൻ വീണ്ടും തിരിച്ചു പിടിച്ചു കോൺഗ്രസിന് വേണ്ടി. ഇപ്പോൾ ബെന്നി ബെഹനാനാണ് സിറ്റിംഗ് MP. എറണാകുളം ജില്ലയിലെ കുന്നത്തുനാട്, പെരുമ്പാവൂർ, ആലുവ, അങ്കമാലി, തൃശ്ശൂർ ജില്ലയിലെ കയ്പമംഗലം, ചാലക്കുടി, കൊടുങ്ങല്ലൂർ നിയമസഭാ മണ്ഡലങ്ങൾ ഈ ലോക്സഭാ മണ്ഡലത്തിൽ ഉൾപ്പെടുന്നു. 3 LDFും 4 UDFുമാണ് കഴിഞ്ഞ നിയമസഭയിൽ വിജയിച്ചത്. ബെന്നി ബെഹനാനെ അല്ലാതെ മറ്റൊരാളെ പരീക്ഷിക്കാൻ കോൺഗ്രസ് തയ്യാറല്ല. സാമുദായിക സമവാക്യങ്ങൾ പാലിക്കുന്നതിനും ബെന്നി ബെഹനാൻ മത്സരിക്കുന്നതാണ് നല്ലതെന്ന നിലപാടിലാണ് കോൺഗ്രസ് നേതൃത്വം. സ്ഥാനമോഹികൾ പലരുണ്ടെങ്കിലും മറിച്ചൊരു ചർച്ച ഇതുവരെ അവിടെയില്ല. സാവിത്രി ലക്ഷ്മണനും KP ധനപാലനും വിജയിച്ച മണ്ഡലത്തിൽ ഹൈന്ദവ സ്ഥാനാർത്ഥി വേണമെന്ന ആവശ്യവും മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഈഴവ സമുദായത്തിന് കുന്നത്തുനാട്, പെരുമ്പാവൂർ, കൊടുങ്ങല്ലൂർ, ആലുവ, അങ്കമാലി മണ്ഡലങ്ങളിൽ സ്വാധീനമുണ്ട്. ലോനപ്പൻ നമ്പാടനും ഇന്നസെൻറ്റും നേടിയതുപോലെ ഒരു അട്ടിമറി വിജയം ലക്ഷ്യമിട്ടാണ് ഇടതുമുന്നണി കരുക്കൾ നീക്കുന്നത്. സ്ഥാനാർത്ഥി ചർച്ചകൾ ആരംഭിച്ചിട്ടില്ലെങ്കിലും 1ാം പിണറായി സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന പ്രൊഫസർ C രവീന്ദ്രനാഥ്, നേരത്തെ മത്സരിച്ച് പരാജിതനായ UP ജോസഫ് എന്നിവരുടെ പേരുകളാണ് ആ മണ്ഡലത്തിൽ കേൾക്കുന്നത്. മന്ത്രി എന്ന നിലയിലെ രവീന്ദ്രനാഥിന് ലഭിച്ച അംഗീകാരവും എറണാകുളം ജില്ലയിലെ ബന്ധങ്ങളും ഗുണകരമാകുമെന്നാണ് CPM വിലയിരുത്തുന്നത്. PC ചാക്കോയുടെ പേര് പറയുന്നുണ്ടെങ്കിലും അതൊരു കാരണവശാലും നടക്കില്ല. കാരണം ഇത് CPMൻ്റെ സീറ്റാണ്. സീറ്റ് വിഭജനം കഴിയുകയും ചെയ്തു. അതുകൊണ്ട് PC ചാക്കോ വരാൻ സാധ്യതയില്ല. അല്ലെങ്കിൽ PC ചാക്കോ CPMൽ ചേരണം. അതിന് ഒട്ടും സാധ്യതയില്ല. തൃശ്ശൂരിൻ്റെ അലയൊലിയാണ് BJP ചാലക്കുടിയിൽ പ്രതീക്ഷിക്കുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി എറണാകുളത്തും തൃശ്ശൂരിലും നടത്തിയ റോഡ് ഷോകളും കേന്ദ്ര സർക്കാർ നേട്ടങ്ങളും അനുകൂല സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് BJP നേതാക്കൾ പറയുന്നു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 15.61% വോട്ടാണ് BJPക്ക് ലഭിച്ചത്. സ്ഥാനാർത്ഥി ചർച്ചകൾ സജീവമായില്ലെങ്കിലും പാർട്ടി ഭാരവാഹികളായ AN രാധാകൃഷ്ണൻ, B ഗോപാലകൃഷ്ണൻ, A നാഗേഷ് തുടങ്ങിയവരുടെ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഏതായാലും തീവാർന്ന മത്സരമായിരിക്കും ചാലക്കുടിയിൽ അരങ്ങേറുന്നത്.